കൊല്ലത്ത് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ KCBക്കെതിരെ കുടുംബം. KCBയുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണം. വൈദ്യുതി ലൈൻ മരത്തിൽ തട്ടുന്ന കാര്യം നേരത്തെ അറിയിച്ചതാണെന്നും ബന്ധുക്കൾ പറഞ്ഞു. കരുനാഗപ്പള്ളി സ്വദേശി അബ്ദുൾ സലാമാണ് ഇന്നലെ ഷോക്കേറ്റ് മരിച്ചത്. ഈ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതിന് സമീപത്ത് ഒരു അടയ്ക്കാമരമുണ്ട്. ആ അടയ്ക്കാമരത്തിൽ പല സമയങ്ങളിലും ഈ വൈദ്യുതി കമ്പി ഉരഞ്ഞ് ആ അടയ്ക്കാമരത്തിൽ പോലും പാടുകൾ വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പല സമയങ്ങളിലും പ്രദേശവാസികളായിട്ടുള്ള നാട്ടുകാർ ഈ വിഷയം പരിഹരിക്കണം, അല്ലെങ്കിൽ ഈ പോസ്റ്റ് നേരെയാക്കി നിർത്തണമെന്നുള്ളൊരു പരാതി KCBയിൽ അറിയിച്ചിട്ടുള്ളതാണ് പറയുന്നത്. KCB വിളിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ പറയുന്നത് അവർക്ക് വേറെ തിരക്കാണ്, നമ്മൾ ഈ കാര്യം അറിയുന്നില്ല ഷോർട്ടാന്നുള്ള കാര്യം, അതൊന്ന് ക്ലിയർ ചെയ്ത് തരണമെന്ന് പറഞ്ഞ. അതിന് മുമ്പ് തന്നെ ഒരു 3-4 വട്ടം ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോസ്റ്റ് ചരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് ഈ അടയ്ക്കാമരത്തിൽ വന്ന് ടച്ച് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പോസ്റ്റ് നൂത്ത് തരണമെന്ന് പറഞ്ഞപ്പോഴും അവർ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ഓഫീസിൽ വന്ന് കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുമ്പം അവരൊരു പീസ് തരും. അവർ അങ്ങനെയാണ് നമ്മുടെയൊക്കെ പറയുന്നത്. അതായത് പണം അടച്ചാലേ ശരിയാക്കാൻ പറ്റുള്ളൂ, ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ള ഡ്യൂട്ടി പൈസ നമ്മൾ ചെയ്യണം, അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മരിച്ച ആളെ അടിച്ചിടാൻ കൊണ്ടുവന്ന മുളയാണ് ഇവിടെ കിടക്കുന്നത്. ഈ 2-3 എണ്ണം ഈ സമീപത്തിന് എടുത്തതാണ്. അവർ പറയുന്നത് ഇത് വെച്ച് ഇനി ഞാത്തി ഒടിച്ചെടുക്കാൻ വന്നതാണ് ഈ ഓല. അങ്ങനെയാണ് ഇപ്പം പറഞ്ഞുണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും മോളെടുത്ത് രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ എല്ലാവർക്കും ഷോക്ക് അടിച്ച്. ഇപ്പം സലാമക്കട വൈഫിനും ഷോക്ക് അടിച്ചു, ഞങ്ങൾക്കും ഷോക്ക് അടിച്ചു. അതുപോലെ ഞങ്ങളെ രക്ഷിക്കാൻ വന്നതിൽ കുറച്ച് പേർക്ക് ഷോക്ക് അടിച്ചു. ഷോക്ക് അടിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പിന്നെ ഇറങ്ങി കമ്പി പിടിച്ച് മാറ്റിയപ്പോഴത്തേക്കും ഞാൻ പുള്ളി എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഷോക്ക് അടിച്ച് തെറിച്ച് വീണത്. വിളിച്ചു പറഞ്ഞപ്പോൾ ആരും വന്ന് നോക്കിയിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല. ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് അവർ വരാമെന്നും പറഞ്ഞ് പോകാതല്ലാതെ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. KCB പറയുന്ന വിശദീകരണം അനുസരിച്ച് ഇവിടെ നിന്ന് രേഖാമൂലം പരാതികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അല്ലാതെ വാക്കാലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മാത്രമായിരുന്നു അറിയിച്ചിട്ടുള്ളത്, അല്ലാതെ രേഖാമൂലം പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമാണ് KCBയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തുതന്നെയായാലും ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടമായ അവസ്ഥ, ഒരു കുടുംബത്തിൻ്റെ ആശ്രയമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടമാകുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ നടത്തരുത് എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഈ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ഒരാൾക്ക് അപകടത്തിൽ മരണം സംഭവിച്ചു, പക്ഷേ മറ്റുള്ള ആൾക്കാർക്കും ഷോക്കേറ്റിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവരുടെ ജീവൻ നഷ്ടമാകാതെ പോയത്. അല്ലാത്ത പക്ഷേ വലിയൊരു ദുരന്തമായി ഈ പ്രദേശം മാറിയേനും ഈ പ്രദേശത്ത് വലിയ ദുരന്തമുണ്ടായേനും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ KCB അധികൃതർ അടിയന്തരമായി ഈ കുടുംബത്തിന് വേണ്ട സഹായം നൽകണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.